തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് 2 മാധ്യമപ്രവർത്തകരെ അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി, ഇവരുടെ സഹപ്രവർത്തക തൻവി യാദവ്, രേവതിയുടെ ഭർത്താവ് ചൈതന്യ എന്നിവരെയാണ് വീട് കയറി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഗാന്ധി അടക്കം ടാഗ് ചെയ്ത് ഇതാണോ മാധ്യമ സ്വാതന്ത്ര്യം എന്ന ചോദ്യം ഉയർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമായി. തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിനാണ് 2 മാധ്യമപ്രവർത്തക അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തത്. പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി പെടകാനന്ദയെയും അവരുടെ സഹായി തൻവി യാദവിനെയും രേവതിയുടെ ഭർത്താവ് ചൈതന്യയെയുമാണ് രാത്രി പോലീസ് വീട്ടിലെത്തി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചുള്ള കർഷകന്റെ അഭിമുഖം പ്രക്ഷേപണം ചെയ്തതിനാണ് അറസ്റ്റ്. കർഷകന്റെ അഭിമുഖത്തിൽ അസഭ്യ പരാമർശമുണ്ടെന്ന് കാട്ടി കോൺഗ്രസ് നേതാക്കൾ രേവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് നാടകീയമായി പുലർച്ചെ വീട്ടിലെത്തി രേവതിയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രേവതിയുടെ ഭർത്താവ് ചൈതന്യയും തുടർന്ന് രേവതിയുടെ സഹപ്രവർത്തക തൻവി യാദവും അറസ്റ്റിലായി. രേവതിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്ത പോലീസ് പൾസ് ന്യൂസ് ബ്രേക്കിന്റെ ഓഫീസും സീൽ ചെയ്തു. രേവതിയുടെ അറസ്റ്റിനെതിരെ രൂക്ഷവിമർശനവുമായി നിരവധി മുതിർന്ന മാധ്യമപ്രവർത്തകർ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയെ അടക്കം ടാഗ് ചെയ്ത് ഇതാണോ മാധ്യമ സ്വാതന്ത്ര്യമെന്ന ചോദ്യമുയർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവും ശക്തമാണ്. കേരളത്തിൽ ഇടതുപക്ഷ നേതാക്കൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കർക്കശമായി മറുപടി നൽകുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്നാണ് നഗ്നമായ മാധ്യമ സ്വാതന്ത്ര്യ ലംഘനം നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.